എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ സിംഗിൾ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെങ്കിലും ക്രഷ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിത് കണ്ടു നോക്കാവുന്നതാണ്. അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. അതുപോലെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അതുപോലെ ആരാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്നും അവർ നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും, അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ അവരുടെ സ്നേഹം നിങ്ങളോട് തുറന്നു പറയുന്നില്ല, അതായത് അവർ അവരുടെ ഇഷ്ടം നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നും നമുക്ക് നോക്കാം. എല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിംഗ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. കറണ്ട് എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയാണോ ഞാൻ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി വേറെ ആരെങ്കിലും ആണോ, അതായത് നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാത്തിരിക്കുകയല്ല, പക്ഷെ വളരെ ഒരു സന്തോഷം എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ആശയക്കുഴപ്പത്തിലാണെന്ന് പറയാം. എല്ലാവരുമല്ല, കുറച്ച് പേരെങ്കിലും ചെറിയൊരു ആശയക്കുഴപ്പത്തിലാണ്. എനിക്കിവിടെ മനസ്സിലാകുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്കും ഈ വീഡിയോ കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ എനർജി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ വളരെ സന്തോഷത്തിലാണെന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇതാണ് നിങ്ങളുടെ കറണ്ട് എനർജി നോക്കിയപ്പോൾ എനിക്കിവിടെ മനസ്സിലായിട്ടുള്ളത്. ഇനി നമുക്ക് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ കരിയറിലും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിലും ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് സെൽഫ് ലവിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. സെൽഫ് ലവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കരിയറിലും നിങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങളിപ്പോൾ സ്നേഹത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇനി ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും. ദേഷ്യമല്ല, നിങ്ങൾക്കൊരു ഇഷ്ടമില്ല അത് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല. കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നല്ല, പക്ഷെ ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ട് വിവാഹമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ കരിയറാണ് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും വലുത്. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം, നിങ്ങളുടെ കരിയറിന് വേണ്ടി സമയം മാറ്റിവെക്കണം എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ല എന്നല്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറാണ് ഏറ്റവും വലുത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കരിയറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. കല്യാണം കഴിക്കുന്നതും കഴിക്കാത്തതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടമായിരിക്കാം, എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമായിരിക്കാം, ചെയ്യുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി ചെയ്യാനായിട്ട് തുടങ്ങുന്നവരുണ്ടായിരിക്കാം. നാളായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണം, ജിമ്മിൽ പോകണം, ജിമ്മിൽ പോയില്ലെങ്കിൽ കൂടി എക്സസൈസ് ചെയ്യണം, യോഗ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ ഇപ്പോൾ യോഗ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളവരുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളവരുണ്ടായിരിക്കാം, മുൻപും ചെയ്യുന്നവരുണ്ടായിരിക്കാം, പക്ഷെ പുതിയതായിട്ട് എക്സസൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ നിങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ ഈ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. കുറച്ച് പേർക്കെങ്കിലും റോസാപ്പൂവില്ലേ, റോസാപ്പൂവ് അത് വളരെ ഇഷ്ടമുള്ളവരുണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. റോസാപ്പൂവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം ലഭിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് റോസാപ്പൂവ് ആണെങ്കിലും, അതായത് യെല്ലോ കളറാണെങ്കിലും റെഡ് കളറാണെങ്കിലും ഏത് കളറാണെങ്കിലും നിങ്ങൾക്ക് റോസാപ്പൂ
പൂവ് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാവുന്നു എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് റോസാപ്പൂവ് അത്ര ഇഷ്ടമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ചെടികളെയും മരങ്ങളെയും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം, പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരിക്കാം. മേ ബി നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകാൻ തയ്യാറെടുക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. നമുക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി ആരാണെന്ന് നോക്കാം. അത് നിങ്ങൾക്ക് അറിയുന്ന ആളാണോ അറിയാത്ത ആളാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തിയുടെ എനർജിയാണ് എനിക്കിവിടെ ആദ്യമായിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളറിയാതെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി, മേ ബി നിങ്ങൾക്ക് ആ വ്യക്തിയെ അറിയണമെന്നില്ല, ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളുടെ ഭാവി വരൻ അല്ലെങ്കിൽ വധു, അവരുടെ എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ വിവാഹത്തിൻ്റെ എനർജി എനിക്ക് മുൻപ് ലഭിച്ചത്. മേ ബി കുറച്ച് പേരെങ്കിലും വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടായിരിക്കാം. ഞാൻ മുൻപ് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത് ചിലരെങ്കിലും അവരുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതായത് ഈ റീഡിംഗ് കാണുന്നതിൽ ചിലരെങ്കിലും അവരുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി, ആ വ്യക്തി തന്നെയാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. കാരണം ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആയിരിക്കാം നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അത്രമാത്രം ശക്തമാണെങ്കിൽ ആ വ്യക്തി തന്നെ ആയിരിക്കാം നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നിങ്ങളുടെ ഭാവി വരൻ അല്ലെങ്കിൽ വധു, അവരുടെ എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ചിലർക്കെങ്കിലും ഈ വ്യക്തിയെ അറിയാമായിരിക്കാം. അതായത് നിങ്ങളുടെ ഭാവി വരൻ അല്ലെങ്കിൽ വധു ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം ചിലർക്കെങ്കിലും. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വ്യക്തിയെ എത്രമാത്രമാണോ ഇഷ്ടപ്പെടുന്നത് അത്രമാത്രം തന്നെ ആ വ്യക്തി നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് ആ പേഴ്സണെ എത്രത്തോളമാണോ സ്നേഹിക്കുന്നത് അത്രത്തോളം തന്നെ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി കുറച്ച് ഷൈ ആയിരിക്കാം. ആ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരാളാണ്. നിങ്ങളുടെ അത്ര ആത്മവിശ്വാസം ആ വ്യക്തിക്കില്ല എന്ന് ആ വ്യക്തി വിചാരിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ആ വ്യക്തി കുറച്ച് ഷൈ ആണ്. പക്ഷേ നിങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളാണെന്ന് ആ വ്യക്തി കരുതുന്നുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തിയേക്കാൾ ആത്മവിശ്വാസമുള്ള ആളാണ് നിങ്ങളെന്ന് ആ വ്യക്തി കരുതുന്നുണ്ട്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഗ്രീൻ ആൻഡ് യെല്ലോ, ഇത് നിങ്ങളുടെ ഫേവറേറ്റ് കളറായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫേവറേറ്റ് കളറായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഇനി നമുക്ക് നോക്കാം ആ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്ന്. അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഭാവി വരൻ അല്ലെങ്കിൽ വധു, അവരുടെ എനർജി എനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവരാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവർ നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ നിങ്ങളെ കല്യാണം കഴിക്കുന്നത്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയും വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളായിട്ട് മാറും എന്ന് ആ വ്യക്തിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ആ വ്യക്തി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ആ വ്യക്തിക്ക് തന്നെ അറിയില്ല. പക്ഷേ ആ വ്യക്തി നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെന്നാണ്. നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ, നിങ്ങൾക്കത് വളരെയധികം ആഗ്രഹമുണ്ട്. അതുപോലെ നിങ്ങളതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.
നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാം. അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് അത് ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടായി എന്നുള്ളതാണ്. അതായത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളുണ്ടായി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടായി എന്നുള്ളതാണ്. ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെയും ഇഷ്ടപ്പെടുന്നത്. അതായത് ആ വ്യക്തിയെ നിങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഇനിയെങ്കിലും ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാകാം. എങ്കിലും ആ വ്യക്തിക്ക് ഒരു വിശ്വാസമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ലക്കി ചാമാണെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് ഒരു കാരണമാണ് എന്ന് പറയാം. നമുക്ക് നോക്കാം, ആ വ്യക്തി നിങ്ങളോട് ആ വ്യക്തിയുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന്. അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ മനസ്സിലാകുന്നത്, ആ വ്യക്തി നിങ്ങളെ എത്രമാത്രമാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ എനിക്കിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആ വ്യക്തി നിങ്ങളോട് അത് ഒരിക്കൽ കൂടി പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഒരിക്കൽ കൂടി ആ വ്യക്തി പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ വ്യക്തി അത് പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. മേ ബി അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ വ്യക്തി എത്ര പ്രാവശ്യം നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് കേൾക്കാൻ ഇഷ്ടമാണ്. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു വലിയ സമ്മാനം ലഭിച്ചതുപോലെയാണ് നിങ്ങൾക്കപ്പോൾ തോന്നുന്നത്. ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടില്ല എങ്കിൽ, ആ വ്യക്തി കാത്തിരിക്കുകയാണ് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ. നിങ്ങളോട് ആ വ്യക്തിയുടെ സ്നേഹം തുറന്ന് പറയാൻ ഒരു അവസരം ലഭിക്കാനായിട്ട് ആ വ്യക്തി കാത്തിരിക്കുകയാണ്. ഒരു നല്ല അവസരം ലഭിക്കാനായിട്ട് ആ വ്യക്തി കാത്തിരിക്കുകയാണ്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ആ വ്യക്തിക്ക് അറിയില്ല എങ്ങനെയാണ് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. മേ ബി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ വ്യക്തി കുറച്ച് ഷൈ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ വ്യക്തിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് ആ വ്യക്തി എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിരുന്നോ അത്രമാത്രം തന്നെ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി അതാരാണെങ്കിലും നിങ്ങളോട് അവരുടെ ഇഷ്ടം തുറന്ന് പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ വിചാരിക്കുന്നത് അവരുടെ ഇഷ്ടം അവർ നിങ്ങളോട് തുറന്ന് പറയുമ്പോൾ നിങ്ങൾക്കും ഒരുപാട് സന്തോഷമാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ സന്തോഷിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. പക്ഷെ ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ, അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കും ഒരുപാട് സന്തോഷമാകും എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതായത് ആ വ്യക്തി എത്രത്തോളം സന്തോഷിക്കുമോ അത്രത്തോളം തന്നെ നിങ്ങളും സന്തോഷിക്കുമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.